സമരം ചെയ്ത് ഇമേജ് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരിൽ മറ്റൊരു പ്രധാനി ടി.എൻ. പ്രതാപനായിരുന്നു. Everybody in the house, see the boys are down. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't heal the pain till they get them slain. But doesn't say the story about the fall. Brothers, കൊടി നാട്ടിയപ്പോൾ തന്നെ ക്ഷീണിച്ചു. പിന്നെ മുദ്രാവാക്യം വിളിയും ബാക്കി പരിപാടികളും പറയണ്ടല്ലോ. എന്തായാലും പ്രതാപനും കൂട്ടരും നന്നായി കഷ്ടപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ ആ മിച്ച ഭൂമി അവർ പിടിച്ചെടുത്തു. ഏക്കർ കണക്കിന് ഭൂമി പിടിച്ചെടുത്തതോടെ ദാനധർമ്മത്തിലേക്ക് തിരിയാൻ പ്രതാപൻ തീരുമാനിച്ചു. പിടിച്ചെടുത്ത ഭൂമിയുമായി ഇനി KPCCയിൽ പോയാൽ കൊടുങ്ങല്ലൂരല്ലാതെ ജയിക്കുന്ന സീറ്റൊന്നും കിട്ടാൻ ഇടയില്ലാത്തതിനാൽ നാട്ടുകാർക്ക് സ്ഥലം വീതിച്ചു നൽകുക എന്നത് മാത്രമായി ലക്ഷ്യം. അങ്ങനെ ആ ഭൂമി വിശദമായി തരംതിരിച്ച് പ്രതാപൻ വീതിച്ചു കൊടുത്തു. അതിർത്തി തർക്കം ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി. 1 ഏക്കർ തെക്കുന്തല തോമസ് ഭാര്യ ഡെയ്സിക്ക് 1 ഏക്കർ ഈ ഭൂമി മറിച്ച് നൽകിയത് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ, അതിലേ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ 210/2 സർവേ നമ്പറിൽ 1 ഏക്കർ ഭൂമി 59 സെന്റ് ഭൂമി കുന്നപ്പിള്ളി സജീവൻ ഭാര്യ ജോളിക്ക് നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഈ പാട്ടത്തിന് നൽകുന്നതായി പ്രഖ്യാപിക്കുന്നു. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എഴുതേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ, ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. സർവേ നമ്പർ 1 ഏക്കർ 59 സെന്റ് ആയിട്ടുള്ള ബാക്കിയുണ്ട്. സർവേ നമ്പർ 200-ൽ 1 16 സെന്റ് പോരാ, അവർക്ക് കുറച്ചുകൂടി മുൻകൂർ കൊടുക്കണം. 257 ബാർ 1-ൽ 2 ഏക്കർ 55 സെന്റ്. തട്ടകത്ത് അന്തോണി ജോൺസണ് 2 ഏക്കർ 3 ഏക്കർ 71 സെന്റ് ഭൂമി നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇതാ ഇവിടെ സൗജന്യ പാട്ടത്തിന് നൽകിയിരിക്കുന്നു. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ, വഴി അത് മാറ്റി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്തേത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക് 5 സെന്റ് വഴി ചില്ലുവാനും. അപ്പച്ചാത്ത് സുധീഷിന് 82 സെന്റ് ഭൂമി നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇത് ഫ്രീ പാട്ടത്തിൽ നൽകിയിരിക്കുന്നു. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പം ഇതാ.
ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? അല്ലെങ്കിലും ഉമ്മൻചാണ്ടി പ്രതാപനെ ശരിപ്പെടുത്താനുള്ള പരിപാടികൾ പണ്ടേ തുടങ്ങിവെച്ചതാണ്. ഒടുവിൽ സന്തോഷ് മാധവന് ഭൂമി എഴുതി കൊടുക്കുന്നതിന് മുമ്പായി മത്സരിക്കാൻ കൂടിയില്ലാന്ന് പ്രതാപൻ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങളിലൊരു തീരുമാനവുമായി. സംഗതി നാട്ടുകാർക്ക് ഭൂമി എഴുതി കൊടുക്കുന്നതൊക്കെ കൊള്ളാം. ഇതൊക്കെ എഴുതി വാങ്ങിച്ചവർ നാളെ വന്ന് ഈ സ്ഥലത്ത് കൃഷി തുടങ്ങിയാൽ പോലീസ് പിടിച്ചുകൊണ്ടുപോകില്ലേ? പ്രതാപൻ അവരെയെല്ലാം രക്ഷിക്കാൻ കാണുമോ? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആരാന്റെ ഭൂമി ഇങ്ങനെ എഴുതി കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഇതെല്ലാം കണ്ട് നാട്ടുകാർ പലരും സ്ഥലം തരുമോ എന്ന് ചോദിച്ച് പ്രതാപന്റെ അടുത്തെത്തി. ചോദിക്കേണ്ട താമസം പ്രതാപൻ അവർക്കെല്ലാം ഭൂമി എഴുതി കൊടുത്തു. അതിനൊരു 5 പിടിയാൻ പറ്റുമോ? 3 ഏക്കർ, ഒരു 50 സെന്റ് ഭൂമി അതിൽ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? വക്കീലില്ല. 8 ആൾക്ക് നമ്മള് ആ ഭൂമിയിൽ നിന്ന് കുറച്ച് ഭൂമി തരാം. കല്യാണത്തിന് മുന്നോടി. പിന്നെ പെണ്ണ് കെട്ടാൻ എന്റെ പോണ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്തോ കുഴപ്പമുണ്ടല്ലോ. പ്രതാപനെ നല്ലോണം നോക്കി നടന്നാൽ ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും കൊള്ളാം. ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വഴി പിന്തുടർന്ന് പ്രതാപൻ വല്ല സെക്രട്ടേറിയറ്റും ഇങ്ങനെ എഴുതി കൊടുത്തു കളയുമോ എന്നതാണ് പലരുടെയും പേടി. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് അടൂർ ഫാൻസ്. ന്യൂ ജനറേഷനായിട്ട് നമ്മൾ അടിച്ചു നിൽക്കുന്ന സമയത്ത് വാർദ്ധക്യ പ്രണയം എന്നൊന്നും പറയരുത് കേട്ടോ. ഏത് പ്രായത്തിലും പ്രണയിക്കാം. ഇത് 2008, 2009, 10, 11, 12, 13 എടുക്കുള്ളൂ. ഇനി 13 എടുക്കുള്ളൂ. അപ്പൊ ഇത് എന്റെ ആദ്യത്തെ അവസാനത്തെയും പാടായിരിക്കും കേട്ടോ. അതെന്താ? കാരണം 2008 കഴിഞ്ഞ് എന്റെ കല്യാണമൊക്കെ കഴിയും. അപ്പോ എന്നെ